ഹലോ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ മനസ്സിലാകും എന്നെനിക്കറിയത്തില്ല, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നെനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ഫീലിംഗ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ വിൻ്റർ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു പീരീഡാണ് സ്പ്രിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നല്ലേ, നാട്ടിലായിരുന്നപ്പം ഈ ചെടികളുടെയോ പച്ചപ്പിൻ്റെയോ അതിൻ്റെ ഒന്നും ഇമ്പോർട്ടൻസ് അത്ര മനസ്സിലായിട്ടില്ല. കാരണം എപ്പോഴും പച്ചപ്പുണ്ട്, എപ്പോഴും പൂക്കളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചുറ്റിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഇത്ര സ്പെഷ്യാലിറ്റി ഉണ്ടല്ലേ എന്നൊന്നും നമ്മൾ ചിന്തിക്കാനോ അതൊന്നും ആസ്വദിക്കാനോ നിന്നിട്ടില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് ഒരു വിൻ്റർ ആയിരുന്നു. അപ്പം എല്ലാം ഡ്രൈ ആയിട്ട് എവിടെ ഇലയില്ല, പച്ചപ്പില്ല, പൂക്കളില്ല, ഒരു മരവിച്ച അവസ്ഥ അല്ലേ. എപ്പോഴും തണുപ്പ്, മഴ, ഇതൊക്കെ തന്നെ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു പീരീഡാണ്, ഒരു മാസമാണ് അല്ലെങ്കിൽ കുറച്ച് ടൈമാണ് സ്പ്രിങ് എന്ന് പറയുന്നത്. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, ഗ്രീനറി, എല്ലാവരും ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ടൈം. വിൻ്ററിന് എല്ലാവരും അകത്താണെങ്കിൽ സ്പ്രിങ് സമ്മറൊക്കെ ആകുമ്പോൾ എല്ലാവരും വെളിയിലാണ്, ആഘോഷങ്ങളാണ്, ട്രിപ്പിന് പോവുക, കാര്യങ്ങളെല്ലാം ചെയ്യുക, ഇങ്ങനത്തെ നല്ല നല്ല ഗാർഡൻസൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ഞങ്ങളിപ്പം വന്നിരിക്കുന്ന ഗാർഡൻ എന്ന് പറയുന്നത് ജർമ്മനിയിലെ ബ്രെമൻ എന്ന് പറയുന്ന സിറ്റിയിലെ ഒരു റോഡോഡ്രോൺ പാർക്കാണ്. ഒരു 18 ഏക്കേഴ്സായിട്ട് വൈഡായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പാർക്ക്. ഇവിടെ ചെറുതും വലുതുമായ ഇഷ്ടം പോലെ പൂക്കളും കാര്യങ്ങളാണ്. ഒത്തിരി നടക്കാനുണ്ടെങ്കിലും എല്ലാ നടപ്പിലും പുതിയ പുതിയ കാഴ്ചകൾ കാണുന്നുണ്ട്, നമ്മൾ ഒട്ടും മടക്കത്തില്ല. അതുകൊണ്ട് ഈ സ്പ്രിങ് സീസണൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ മാക്സിമം ഇങ്ങനത്തെയുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ നേച്ചർ ലവിങ് ആയിട്ടൊരു പേഴ്സൺ ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക.